പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. തൈക്കാട്ടുശ്ശേരി പുത്തഞ്ചാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാകർമ്മ സമ്മേളനം തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവ ദർശനങ്ങളെ ബുദ്ധിജീവികളും മറ്റും വളച്ചൊടിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. തൈക്കാട്ടുശ്ശേരി പുത്തഞ്ചാൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുരുദേവൻ ഹിന്ദു ആചാരങ്ങൾക്കെതിരായിരുന്നുവെന്നും ഒരിക്കലും ഗുരുദേവനെ ആരാധിക്കരുത് എന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അങ്ങനെയുള്ള പലതരത്തിലുള്ള ദർശനത്തെ വളച്ചൊടിക്കും നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. SNDP നേതാക്കന്മാർക്ക് ജാതി പറയാൻ അവകാശമില്ലാത്തവരാണ്. കാരണം ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള ദർശനത്തെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ കഴിയുമോ അതിന്റെ പരമാവധി വളച്ചൊടിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ യോഗ നേതൃത്വം അധികാരത്തിൽ വരുന്നത്. നമുക്കറിയാം, മഹാനായ ശങ്കർ സാറിന്റെ കാലഘട്ടം വരെ SNDP സ്ഥാപിച്ച അന്ന് മുതൽ മഹാനായ ശങ്കർ സാറിന്റെ കാലഘട്ടം വരെയുള്ള കാലഘട്ടം സമരങ്ങളുടെയും വലിയ നമ്മുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്ന SNDP യോഗത്തിന്റെ നേതൃത്വത്തിലാണ് കുട്ടനാട്. അതുപോലെ 18 വയസ്സ് വോട്ടവകാശം ഉൾപ്പെടെ ഇന്ന് കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആ കാലഘട്ടത്തിൽ മഹാരഥന്മാരായിട്ടുള്ള SNDP യോഗത്തിന്റെ നേതാക്കന്മാർ നമുക്ക് നേടിത്തന്നിട്ടുള്ള വലിയ വലിയ സമരങ്ങളിലൂടെ നേടിത്തന്നിട്ടുള്ളതാണ്. നമ്മളിടുന്ന സ്വർണ്ണമാല ഉൾപ്പെടെ നമ്മൾ വയ്ക്കുന്ന മീശ മാറുമറയ്ക്കുവാൻ അമ്പലത്തിൽ കയറുവാൻ ഉൾപ്പെടെയുള്ള ഓരോ സ്വാതന്ത്ര്യങ്ങളും ആ കാലഘട്ടത്തിൽ SNDP നേതൃത്വത്തിൽ മഹാരഥന്മാരായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ്. അതിൽ മഹാരാജ ശങ്കർ സാറിന് ശേഷം ഏതാണ്ട് 32 വർഷക്കാലത്തോളം പല നേതാക്കന്മാർ SNDP യോഗത്തിൽ മാറി ഗുരുദേവൻ ജാതി പറയരുതെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിലർ അദ്ദേഹത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഈഴവർ വിദ്യാഭ്യാസത്തിലും വ്യവസായത്തിലും സംഘടിച്ച് മുന്നേറണമെന്ന് ബൈലോയിൽ വ്യക്തമായിട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്കിലും ഗുരുദേവനെ ചിലർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. SN ട്രസ്റ്റ് മെമ്പർ പ്രീതി നരേശൻ ഭദ്രദീപ പ്രകാശനം നടത്തി. യോഗം കൗൺസിലർ PT മന്മഥൻ മുഖ്യ പ്രഭാഷണം നടത്തി. മുതിർന്ന യോഗാംഗങ്ങളെ KL അശോകൻ ആദരിച്ചു. അഡ്മിനിസ്ട്രേറ്റർ T അനിയപ്പൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിഭകളെ ആദരിച്ചു. ബിജുദാസ് ആശാപ്രവർത്തകരെ ആദരിച്ചു. കുട്ടഞ്ചാൽ SNDP യോഗം ശാഖാ നമ്പർ 1226 സെക്രട്ടറി എബിമോൻ S സ്വാഗതം പറഞ്ഞു. നിങ്ങൾ ഇത്രയും ദൂരെ കിടന്നിട്ട് പോലും കുറച്ച് കാലമേ ആയിട്ടുള്ള നിങ്ങൾക്കൊരു പാലം വന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ചരിത്രം പറയുമ്പോൾ നേരത്തെ ഒരു ചെറിയ കുരിയാല പോലെ കെട്ടി അത് വലിയൊരു ക്ഷേത്രമായി മാറുന്ന സമയത്താണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ സാക്ഷാൽ പരബ്രഹ്മമായ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ എല്ലാം ഒന്നിച്ചു കൂടാനായിട്ട്. ന്യൂസ് ബ്യൂറോ, അരൂർ.